യെസ് മക്കളെ, ഹായ്. അപ്പൊ നമ്മള് രണ്ടാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഗ്ലിംസസ് ഓഫ് ഗ്രീനിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ, ദ സ്നേക്ക് ആൻഡ് ദ മിറർ കേട്ടോ. ദ സ്നേക്ക് ആൻഡ് ദ മിറർ അല്ലെ, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കഥ അല്ലെ. ആ കഥ എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ ഒരു ഉഗ്രൻ കഥ, നല്ല രസകരമായ ഒരു കഥ, പ്രത്യേകിച്ച് ഈ പാമ്പും മറ്റ് പ്രകൃതി ജീവികളൊക്കെ കൂടി ചേർന്നിട്ടുള്ള കഥയാണ് അല്ലെ. അപ്പോൾ അദ്ദേഹത്തിന്റെ പല കഥകളും അങ്ങനെ പ്രകൃതിയുമായിട്ട് ഇണചേർന്നിരിക്കുന്ന കഥകൾ തന്നെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. ആ കഥയാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ, പാമ്പും കണ്ണാടിയും. പാമ്പിനെ കണ്ട് പേടിച്ച ഒരു ഡോക്ടറും കണ്ണാടിയിൽ പാമ്പിന്റെ പ്രതിഫലനം കണ്ട് അല്ലെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ കണ്ട് അതിൽ മതിമറന്നിരുന്നു പോയ ഒരു പാമ്പും, അങ്ങനെ രക്ഷപ്പെട്ട ഒരു ഡോക്ടറിന്റെ ഒരു രസകരമായ ഒരു ചെറിയൊരു കുഞ്ഞടി ഇൻസിഡന്റ്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം എന്താണെന്നത്. ദ സ്നേക്ക് ആൻഡ് ദ മിറർ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ is a humorous short story that tells the tale of a young poor doctor who has a terrifying encounter with a snake in his small dimly lit room. തൻ്റെ ചെറിയ വെളിച്ചമുള്ള ആ ഒരു കുഞ്ഞ് മുറിയിൽ, ആ ഒരു റെന്റഡ് ആയിട്ടുള്ള റൂമിൽ ഒരു പാവം ഡോക്ടർ താമസിക്കുന്നു. അവിടെ അദ്ദേഹം വളരെ രസകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രസകരമല്ല, നമുക്കത് വായിക്കുമ്പോൾ രസകരം അല്ലെ, ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ്. ആ ഇൻസിഡന്റ് എന്താണ്? ഈ ഡോക്ടർ ഒരു സ്നേക്കുമായി ഫേസ് ടു ഫേസ് എന്ത് ചെയ്യുന്നു, കാണുന്നു. ഫേസ് ടു ഫേസ് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു എൻകൗണ്ടർ തന്നെയാണ് അല്ലെ. ഇയാളുടെ തൊട്ട് ഫേസിന്റെ അടുത്ത് വന്ന് ഈ സ്നേക്ക് വന്ന് ഇയാളെ ചുറ്റി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ആ ചിത്രത്തിൽ കണ്ട പോലെ തന്നെ. അപ്പൊ അതാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട സംഭവം. ഇനി വൺ നൈറ്റ്, ആ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺ നൈറ്റ് ആസ് ഹി അഡ്മയർസ് ഹിംസെൽഫ് ഇൻ ദ മിറർ, dreaming of a better future, a snake suddenly drops onto his shoulder. Frozen with fear, he watches as the snake moves closer to the mirror and becomes seemingly captivated by its reflection. തന്റെ മുറിയിൽ ഇരുന്ന് കണ്ണാടി നോക്കി സൂചിച്ചിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറുടെ മുതുകത്തേക്ക് ഒരു സ്നേക്ക് വന്ന് വീഴുന്നു, അയാളുടെ കയ്യിൽ ചുറ്റിപ്പിടിക്കുന്നു. എന്നിട്ട് അയാളെ പേടിപ്പിച്ചുകൊണ്ട് അയാളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സ്നേക്ക് ദേ കണ്ണാടിയിലോട്ട് നോക്കുന്നു. കണ്ണാടിയിൽ കണ്ട് സ്നേക്ക് കണ്ണാടിയുടെ നേരെ എഴഞ്ഞു നീങ്ങുന്നു. അങ്ങനെ സ്നേക്ക് പതുക്കെ പോയ തക്കത്തിന് അദ്ദേഹം എന്ത് ചെയ്തു? The snake's distraction allows the doctor to escape unharmed. The story highlights the unpredictability of life and mixes humor with the tension of the situation. അപ്പോ ആ ഒരു സ്നേക്ക് ഇറങ്ങിപ്പോയ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? രക്ഷപ്പെട്ട് പോവാണ് വേറെ കൂട്ടുകാരന്റെ വീട്ടിലോട്ട് അല്ലെ. അത് കഴിഞ്ഞ് പിന്നീട് ഒരു സംഭവം കൂടി ഉണ്ടാവുന്നുണ്ട്. എന്താണ്? തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു വെസ്റ്റ് മാത്രം അവിടെ കിടക്കുകയാണ്. ഇദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ഒരു വെസ്റ്റ് മാത്രം അവിടെ ഇട്ടുണ്ട്. ഒരു കള്ളൻ കംപ്ലീറ്റ് സാധനങ്ങളും അടിച്ചുകൊണ്ടുപോയി അല്ലെ. അതാണ് ആ കഥ. അവസാനിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇദ്ദേഹം പറയാണ്, എന്നെ കളിയാക്കാൻ വേണ്ടി തന്നെയാണ് അവനാ എന്റെ മുഷിഞ്ഞ ബനിയൻ അവിടെ ഇട്ടിരിക്കുന്നത്, ബാക്കി എല്ലാവരും അവൻ അടിച്ചുകൊണ്ടുപോയി. കാരണം രാത്രി ഈ പാമ്പിനെ കണ്ട് പേടിച്ച് ഇയാൾ ഇറങ്ങി ഓടിക്കഴിഞ്ഞപ്പോ വാതിലടക്കാൻ മറന്നുപോയി. ഇതാണല്ലോ ഈ കഥ. ഈ കഥയും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം, നമുക്കൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കാം. ഈ കഥയിൽ നിന്ന് എന്തൊക്കെയാണ് ചോദ്യം വന്നിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കിക്കേ. ഓക്കെ, 2023 ഈ കഥയിൽ നിന്നും ഒരേ ഒരു ചോദ്യം വന്നിട്ടുള്ളൂ. അതെന്താണ്? ഒരു റൈറ്റപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഈ കഥയിലെ ഹ്യൂമർ എലമെന്റിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് മാത്രമാണ് 2023 ഓണം എക്സാമിന് ഈ കഥയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചിട്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇല്ലാതാവുന്നില്ല. ഇത് നല്ലോണം ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള സ്റ്റോറി തന്നെയാണ്. ഓക്കെ, 2022 എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഡോക്ടറിന്റെ ക്യാരക്ടർ സ്കെച്ച് തന്നെയാണ്, വേറെ ഒന്നുമില്ല. അടുത്തത് ഒരു ലെറ്റർ ചോദിച്ചിട്ടുണ്ട്. ലെറ്റർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഡോക്ടർ ഈ ഇൻസിഡന്റിനെ പറ്റി തന്റെ കൂട്ടുകാരന് ലെറ്റർ അയക്കുന്നു, അത് ചോദിച്ചിട്ടുണ്ട്. ഇനി 2019 നോക്കി കഴിഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ച് വീണ്ടും ചോദിച്ചിട്ടുണ്ട്, കോൺവെർസേഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കോൺവെർസേഷൻ ഞാൻ പറഞ്ഞില്ലേ, അൺപ്രഡിക്റ്റബിൾ ആണ്. ഏത് വേണമെങ്കിലും ആവും, ആരുമായിട്ട് വേണമെങ്കിലും ആകാം. നമ്മൾ എന്തെങ്കിലും കോൺവെർസേഷൻ പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. എന്താണ്? പലരുമായിട്ടുള്ള കോൺവെർസേഷൻ മാറി ചോദിക്കാം. കോൺവെർസേഷൻ ചോദിച്ചിട്ടുണ്ട്. 2018 കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? നരേഷൻ ചോദിച്ചിട്ടുണ്ട്, ഡയറി ചോദിച്ചിട്ടുണ്ട്, പിന്നെന്താണ്? ഒരു റൈറ്റപ്പും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റൈറ്റപ്പിന് ഒരു സാധ്യത നമ്മൾക്ക് കാണാം. അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ചിന് നല്ലൊരു സാധ്യത ഈ ചാപ്റ്ററിൽ നിന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഒന്ന്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾക്ക് പ്രൊഫൈൽ റൈറ്റിംഗ് എന്നൊരു സംഭവം ഉണ്ട്. അത് ചിലപ്പോൾ ഈ ഒരു സ്റ്റോറി എഴുതിയ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചിലപ്പോൾ പ്രൊഫൈൽ ചോദിച്ചു വരും കേട്ടോ. അപ്പൊ അതിനും ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് പ്രൊഫൈൽ റൈറ്റിംഗിന്റെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രൊഫൈൽ എഴുതുന്നതിന്റെ ഒരു ചെറിയൊരു ട്രിക്സ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. പ്രൊഫൈൽ എങ്ങനെ എഴുതാൻ നോക്കാം. മിക്കവാറും ഹിൻസ് ഉണ്ടാവുമല്ലോ, മിക്കവാറും നല്ല ഹിൻസ് എന്തായാലും ഉണ്ടാവും. ഹിൻസ് നോക്കുക, ഈ ഒരു പാറ്റേൺ പിടിക്കാൻ പറ്റുമോ നോക്കിക്കോട്ടോ. നമ്മൾ ആരുടെയാണോ ഈ പ്രൊഫൈൽ എഴുതാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഏറ്റവും മുകളിൽ എന്ത് എഴുതാം? ഹെഡിങ് ആയിട്ട് എഴുതാം കേട്ടോ. ഏറ്റവും മുകളിൽ നെയിം ഓഫ് ദ പേഴ്സൺ കേട്ടോ. അവിടെ സെന്ററിൽ തന്നെ എഴുതാം.
ഒരു അടിയിൽ ഒരു അണ്ടർലൈൻ ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എഴുതണം നെയിം. കണ്ടോ, ആ പേര് വീണ്ടും എഴുതുക, നെയിം എന്ന് എഴുതിയിട്ട് നെയിം അല്ലാട്ട് എഴുതേണ്ട ആ പേര്. ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ ആണെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ബോൺ ഓൺ. കണ്ടോ, വാസ് ബോൺ ഓൺ. അപ്പോ അവിടെ ഒരു ഹിൻസിൽ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആ ഡേറ്റ് എടുത്ത് അവിടെ അങ്ങ് പ്ലേസ് ചെയ്യാം, ബർത്ത് ഡേറ്റ്. അതങ്ങോട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വാസ് ബോൺ ഓൺ ഇന്ന ഡേറ്റ് എന്നുള്ളത് കിട്ടും. ഇനി അവിടെ ഡേറ്റ് ഇല്ല എന്ന് വെച്ചോ, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഡേറ്റ് ഇല്ലെങ്കിൽ എന്തുണ്ടാവും, ഇയർ ഉണ്ടാവും. ഇയർ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇയർ എടുത്ത് വെക്കുക. അപ്പൊ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, എന്താണ്, ഓൺ അല്ല അവിടെ ചേർക്കേണ്ടത്, എന്താണ്, ഇൻ. ഇയർ മാത്രമാണെങ്കിൽ അവിടെ ചേർക്കേണ്ടത് ഇൻ ആണ്. ഡേറ്റ് ഉണ്ടെങ്കിൽ ചേർക്കേണ്ടത് ഓൺ ആണ്. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും കൂടുതലും തെറ്റിച്ചും കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇട്ടതിന് ശേഷം പിന്നീട് നിങ്ങൾ ആ പ്ലേസ് ഇല്ലേ, പ്ലേസിന് മുമ്പ് ഒരു ഇന്ന് ചേർത്ത് ആ പ്ലേസ് എഴുതുക. അപ്പോൾ ഒന്നാമത്തെ സെന്റൻസ് കഴിഞ്ഞു. രണ്ടാമത്തത് അദ്ദേഹം ഏത് നാഷണാലിറ്റി ആണെന്ന് കാണിക്കുന്നതാണ്. ഷീ വാസ് ആൻ, എന്താണ്, ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ, അമേരിക്കൻ ആണെങ്കിൽ അമേരിക്കൻ, അല്ലെ, ബ്രിട്ടീഷ് ആണെങ്കിൽ ബ്രിട്ടീഷ്. എടാ, ഇനി അടുത്ത് ഷീ വാസ് നോൺ ആസ്. ഇനി അദ്ദേഹം എങ്ങനെ അറിയപ്പെടുന്നു എന്ന് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഷീ വാസ് നോൺ ആസ്, അല്ലെങ്കിൽ ഹി വാസ് നോൺ ആസ് ബേപ്പൂർ സുൽത്താൻ. നമ്മുടെ ഇയാളെ പറ്റി, നമ്മുടെ ബഷീറിനെ പറ്റി പറയുകയാണെങ്കിൽ ബേപ്പൂർ സുൽത്താൻ, ഹി വാസ് നോൺ ആസ് ബേപ്പൂർ സുൽത്താൻ. ഇനി ഹി ഫിനിഷ്ഡ് ഹിസ് എഡ്യൂക്കേഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ചിലപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസമോ കോളേജ് വിദ്യാഭ്യാസമോ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും, ഏതെങ്കിലും കോളേജിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എഴുതുക, ഷീ ഫിനിഷ്ഡ് അല്ലെങ്കിൽ ഹി ഫിനിഷ്ഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം, ആ കോളേജിന്റെ പേര് എഴുതുക. പിന്നെ അടുത്തത് വരിയിൽ ഇങ്ങനെ എഴുതാം, ഹി വാസ് മാരീഡ് ടു, ചിലപ്പോ ഭാര്യയുടെ പേരുണ്ടാവും കേട്ടോ. അപ്പൊ സ്പൗസ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഉണ്ടാവും. സ്പൗസ് എന്ന് പറയുന്ന അർത്ഥം ജീവിത പങ്കാളി. സ്പൗസിന്റെ പേര് കൊടുത്തിട്ട് ഇങ്ങനെ എഴുതുക, അതാണ് ഹി വാസ് മാരീഡ് ടു ആ നെയിം. ഇനി ആ നോട്ടബിൾ വർക്ക്സ് ഉണ്ടാവുമല്ലോ, ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ. പിന്നെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ഹി റിസീവ്ഡ് അവാർഡ്സ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് അവാർഡ്സിന്റെ പേര് നേരത്തെ അങ്ങനെ എഴുതാം. അവസാനത്തെ അവാർഡിന് മുമ്പ് ആൻഡ് എന്നും കൂടി എഴുതാം കേട്ടോ. ഇനി ഒരു അവാർഡ് ഉള്ളെങ്കിലോ, ഹി റിസീവ്ഡ് ആ ഇൻ സാഹിത്യ അക്കാദമി ഇൻ ആ ഒരു ഇയർ കേട്ടോ, ഇൻ 1988. ഓക്കെ, അപ്പൊ ഒരു അവാർഡ് ഉള്ളെങ്കിൽ അത് മാത്രം എഴുതിയാൽ മതി. ഇനി അദ്ദേഹം മരിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം ചിലപ്പോൾ ഉണ്ടാകാം കേട്ടോ. പഴയ കഥാകാരന്മാരെ മരിച്ചിട്ടുണ്ടാവും, പുതിയ ആൾക്കാരന് ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് മരിച്ചതാണെങ്കിൽ അവിടെ കൊടുക്കുക ഷീ പാസ്ഡ് അവേ, അല്ലെങ്കിൽ ഹി പാസ്ഡ് അവേ, അല്ലെങ്കിൽ ഹി ഡൈഡ്. ഇനി അതല്ലെങ്കിൽ ഹി ലെഫ്റ്റ് അവർ വേൾഡ് എന്നൊക്കെ എഴുതാം കേട്ടോ. അവിടെ നിങ്ങൾ ഹി വാസ് എന്ന് എഴുതരുത്, ഹി വാസ് ഡൈഡ്, ഹി വാസ് പാസ്ഡ് അവേ എന്ന് എഴുതരുത്. ഹി ഡൈഡ്, ഹി പാസ്ഡ് അവേ, സിമ്പിൾ പാസ്റ്റിൽ എഴുതാം കേട്ടോ. ഹി ലെഫ്റ്റ് അവർ വേൾഡ് എന്ന് പറഞ്ഞ് എഴുതാം. എന്നിട്ട് ആ ഡേറ്റ് ഓൺ ഇട്ടിട്ട് ഡേറ്റ് എഴുതാം കേട്ടോ. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. അപ്പൊ യൂസ് ഹി ഓർ ഹിസ് ഫോർ മെയിൽസ് ആൻഡ് ഷീ ഓർ ഹെർ ഫോർ ഫീമെയിൽ. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അറിയാലോ നിങ്ങൾക്ക് അല്ലേ. ചില കുട്ടികൾ അറിയാതെ, അതായത് ഈ ചില പേരുകൾ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് അവർ ചിലപ്പോൾ ആണാണോ പെൺകുട്ടിയാണോ അല്ലെങ്കിൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ആരാണെന്ന്. ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ മെയിൽ ആണെന്ന് നമുക്കറിയാം, പക്ഷെ ചില ഇംഗ്ലീഷ് നെയിംസ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഉറപ്പിക്കണം കേട്ടോ. മെയിൽ ആണെങ്കിൽ ഹി എന്നും ഹിം എന്നൊക്കെ എഴുതാം, ഫീമെയിൽ ആണെങ്കിൽ ഷീ എന്ന് ഹെർ എന്നൊക്കെ ഉപയോഗിക്കണം. ഓക്കെ അല്ലേ? ശരി, പ്രൊഫൈലാണിത്. നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രൊഫൈൽ അവിടെ ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് വായിക്കുക, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ല എന്നൊക്കെ ഒന്ന് നോക്കാം. ഇനി നമുക്ക് അടുത്ത് എന്താ നോക്കേണ്ടത് നോക്കാം. യെസ്, ഞാൻ പറഞ്ഞില്ലേ എന്താണ് ലെറ്റർ. നമുക്ക് ലെറ്റർ എഴുതുന്നതിനെ പറ്റി ഒന്ന് നോക്കിക്കളയാം മക്കളെ. ലെറ്റർ നമ്മൾ എഴുതാറില്ല, എന്നാലും നമ്മൾ ലെറ്റർ എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. ശരി, നമുക്ക് ലെറ്ററിന്റെ, അതായത് ഒരു ഇൻഫോർമൽ ലെറ്റർ, അതായത് ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ലെറ്റർ, ഫ്രണ്ട്ലി ആയിട്ടുള്ള ലെറ്റർ, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ലെറ്റർ കേട്ടോ. അപ്പോൾ എന്തായാലും തന്റെ അനുഭവങ്ങൾ തന്റെ കൂട്ടുകാരോട് പറയുന്ന ആ ഡോക്ടർ, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അതിനെന്താണ് ആദ്യം വേണ്ടത്? നിങ്ങൾ ഒരു ലെറ്റർ എഴുതണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ലെറ്ററിന്റെ പേജിലെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾ അഡ്രസ് എഴുതണം. അഡ്രസ് എഴുതിയിട്ട് അടിയിൽ ആ ഒരു ഡേറ്റ് എഴുതണം. ഡേറ്റ് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ സല്യൂട്ടേഷൻ ആയിട്ട് ദാ ഈ കാര്യം എഴുതണം. ഒന്നില്ലെങ്കിൽ ഡിയർ എന്ന് എഴുതണം, അല്ലെങ്കിൽ ഡിയർ എന്ന് വെച്ചിട്ട് ഡിയർ ഫാദർ, ഡിയർ മദറോ, ഡിയർ ഫ്രണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരോ എന്തെങ്കിലും എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം ഏതൊരു ഫ്രണ്ട്ലി ലെറ്ററും നിങ്ങൾക്ക് ദാ ഇങ്ങനെ തുടങ്ങാം. കണ്ടോ, ഇതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി മാർക്കൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാം. നോക്കിയേ, ഹൗ ആർ യു? ഐ എം ഫൈൻ ഹിയർ. ഹോപ്പ് യു വിൽ ബി ഫൈൻ ദെയർ വിത്ത് യുവർ ഫാമിലി. കണ്ടോ, സിമ്പിൾ ആയിട്ട് എഴുതിക്കൂടെ തുടക്കത്തിൽ. അതിനുശേഷം ആ കഥയിലെ വിശേഷങ്ങൾ ഒന്നങ്ങോട്ട് വലിച്ചു വാരി അങ്ങോട്ട് എഴുതിക്കോ, ഒരു 2 പാരഗ്രാഫ് ആയിട്ട് ആ കാര്യങ്ങൾ എഴുതിക്കോ. അത് കഴിഞ്ഞാൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല മര്യാദപൂർവ്വമുള്ള ചില വാക്കുകളുണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? ഐ ഹോപ്പ് ടു ഹിയർ ഫ്രം യു സൂൺ. അതിന് നമ്മൾ പറയാ ലീവ് ടേക്കിംഗ് എന്നാണ് കേട്ടോ. അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ട് അവസാനിപ്പിക്കണം. ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യണം? കൺവേ മൈ റിഗാർഡ്സ് വിത്ത് ലവ് എന്നൊക്കെ നമ്മൾ എഴുതാറില്ലേ, അത്രേ ഉള്ളൂ. ആ കാര്യം കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ കൺവേ മൈ റിഗാർഡ്സ് വിത്ത് ലവ്, എന്താണ്, യുവേഴ്സ് ലവിംഗ്ലി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലാസ്റ്റ് എഴുതുക. അതിന്റെ പേരാണ് ക്ലോസിംഗ് ഫ്രേസ്. കണ്ടോ,
ക്ലോസിംഗ് ഫ്രേസ് ആണ് ഏറ്റവും അവസാനം എഴുതുന്നത്. അതിന്റെ തൊട്ട് താഴെ നമ്മളുടെ നെയിം എഴുതുക. അത് ഞാൻ കഴിഞ്ഞു, നല്ലൊരു ലെറ്ററായി. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ചോദ്യം വരുമ്പോൾ എനിക്ക് ലെറ്റർ അറിയില്ലല്ലോ, എനിക്ക് എഴുതാൻ അറിയില്ല, എനിക്കൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കണ്ട. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെഴുതിക്കൂടെ? സിമ്പിൾ ആയിട്ട് അത് ഓർത്ത് വെച്ചാൽ പോരെ. അഡ്രസ് എഴുതുക, ഡേറ്റ് എഴുതുക, സല്യൂട്ടേഷൻ ആയിട്ട് ഡിയർ എഴുതുക, ആദ്യം കുറച്ച് സുഖവിവരങ്ങൾ ചോദിക്കുക, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുക, എന്തെങ്കിലുമൊക്കെ എഴുതുക. അറിയില്ലെങ്കിലാണ് കേട്ടോ, അറിയില്ലെങ്കിൽ എന്തെങ്കിലും ആ കഥയിലെ കാര്യങ്ങൾ എഴുതി വെക്കാം. ആ അവസാനിക്കുന്ന സമയത്ത് ലീവ് ടേക്കിംഗ് ആയിട്ട് എഴുതാം, ക്ലോസിംഗ് ഫ്രേസ് കാര്യങ്ങൾ എഴുതാം, നെയിം എഴുതാം. ഒരുമാതിരി മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്, എല്ലാം അറ്റൻഡ് ചെയ്തോളണം. ഓക്കെ അല്ലേ? ഇതാ വരുന്നു നമ്മുടെ അടുത്തത് ഡോക്ടർ. ആരാണ് ഡോക്ടർ? ഞാൻ എപ്പോഴും ഈ കഥ വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ ആ ഡോക്ടറായിട്ട് വിരിഞ്ഞു വരുന്നത് ഈ മനുഷ്യന്റെ രൂപമാണ് കേട്ടോ. അതായത് നമ്മുടെ പ്രേം നസീറിന്റെ രൂപമാണ്. എനിക്ക് അതൊരു വിഷ്വലൈസ് ചെയ്ത് സിനിമയായിട്ട് ഞാൻ കാണുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ചിത്രമാണ് ഈ പ്രേം നസീറിന്റെ ചിത്രം. അദ്ദേഹത്തിന്റെ ആ വര പോലത്തെ മീശയും ആ ചിരിയും ആ ഒരു സുന്ദരമായ മുഖമൊക്കെ കാണുമ്പോൾ നമ്മുടെ ഈ കഥയിലെ കഥാപാത്രമായ ഡോക്ടറായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചാൽ കേട്ടോ. അപ്പൊ ഇങ്ങനെ വിചാരിക്കാം, അദ്ദേഹമാണ് ഡോക്ടർ എന്ന് വിചാരിക്കാം. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ഡോക്ടർ. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ആ ക്യാരക്ടറിന്റെ പേര്, ദ ഡോക്ടർ അല്ലെങ്കിൽ ദ ഹോമിയോപാത്ത് എന്ന് പറയുന്ന ആള് ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി. എന്നിട്ട് ആ സ്റ്റോറിയുടെ പേര് എങ്ങനെ എഴുതാം? ദ സ്നേക്ക് ആൻഡ് ദ മിറർ, ഇനി റിട്ടേൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് എഴുതാം. അപ്പൊ ഇതാണ് തുടക്കത്തിൽ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഇത് ആ ക്യാരക്ടറിനെ ഒന്ന് പരിചയപ്പെടുത്തി, റൈറ്ററിനെയും പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇത് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇനി നിങ്ങൾ ആ എഴുതുന്നതിന്റെ ഇടയ്ക്ക് വാട്ട് ഡസ് ഹി ഷീ ലുക്ക് ലൈക്ക് ഇൻക്ലൂഡ് ഗിവൺ ഇൻ ദ സ്റ്റോറി. സ്റ്റോറിയിൽ അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന്റെ ലുക്ക്, അദ്ദേഹത്തിന്റെ നിറം, വണ്ണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം നമ്മൾ മെൻഷൻ ചെയ്യണം കേട്ടോ. പോലെ എന്താണ്, ഭയങ്കര ഫാറ്റ് ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഭയങ്കര ലീൻ ആയിട്ടുള്ള ആളാണ്, പോലെ ടോൾ ആയിട്ടുള്ള ആളാണ്, പിന്നെ പ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ 65 years old എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മറ്റേ അഡ്വഞ്ചേഴ്സിന്റെ ബനിയാൻ ട്രീയിലെ ഗ്രാൻഡ് ഫാദറിനെ പറ്റി പറയുന്ന പോലെ 65 years old എന്ന പോലെ പ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയണം. അതാണ് തുടക്കം. അതിനുശേഷം എങ്ങനെയാണ് ആ ക്യാരക്ടർ, അതിന്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങൾ എങ്ങനെയാണ്, അതൊക്കെ പറയണം. പിന്നെ വാട്ട് ഡസ് ദ ക്യാരക്ടർ ഡു ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ ക്യാരക്ടറിന് എന്താണ് കാര്യങ്ങൾ ചെയ്യാനുള്ളത്, അതാണ് പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ പറയേണ്ടത്. ഇങ്ങനെയാണ് ഒരു നല്ല ക്യാരക്ടർ സ്കെച്ച് നമ്മൾ എഴുതി അവതരിപ്പിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യുക, ഈ കാര്യങ്ങൾ ടിപ്സ് നോട്ട് ചെയ്യുക, എങ്ങനെ നല്ല രീതിയിൽ ക്യാരക്ടർ സ്കെച്ച് എഴുതണമെന്ന്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ എ ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ തരുന്നു, ഇതാ പിടിച്ചോ, ക്യാരക്ടർ സ്കെച്ച്, റൈറ്റ് അപ്പ് ലെറ്റർ കേട്ടോ. ഇനി ബി ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നു, ഡയറി ന്യൂസ് റിപ്പോർട്ട്. ഓക്കെ. ഇനി നമുക്ക് സി ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, കോൺവെർസേഷൻ ചിലപ്പോൾ ചോദിക്കാം, നരേഷനും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന സ്റ്റോറിയിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യന്റെ രീതി കേട്ടോ. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കുക, ബേസ് ചെയ്തൊന്ന് പഠിക്കാം, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേടാ? ശരി. അപ്പൊ മക്കളെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന അടുത്ത പോയത്തിനെ പറ്റി അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പൊ ബൈ പറയട്ടെ. ബൈ.